തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരെ എത്തിയ ബിസ്ക്കറ്റ് വ്യവസായത്തെക്കുറിച്ചാണ് നമ്മൾ വേരുകൾ എന്ന ഈ സെഗ്മെന്റിൽ പരിശോധിക്കുന്നത്. കാണാം. 1996 കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നീന പിള്ള നേടിയ 57,917 വോട്ടിന് പല മാനങ്ങളും ഉണ്ടായിരുന്നു. 3 വട്ടം തുടർച്ചയായി ജയിച്ച എസ് കൃഷ്ണകുമാറിന്റെ തോൽവിയുടെ ആഘാതം കൂട്ടി എന്നത് മാത്രമായിരുന്നില്ല ആ വിജയം പറഞ്ഞ കഥ. കേരളത്തിൽ നിന്ന് ഉദിച്ചുയർന്ന ഒരു വ്യവസായി, എല്ലാ സഹായങ്ങളും പറ്റിയ രാഷ്ട്രീയക്കാരും തിരിഞ്ഞു നോക്കാനില്ലാതെ തിഹാർ ജയിലിൽ മരിച്ചു. ഒരു തെരഞ്ഞെടുപ്പിലൂടെ ആ ദുരന്തം രാജ്യത്തെ ഓർമ്മിപ്പിക്കുകയായിരുന്നു അന്ന് നീന പിള്ള ചെയ്തത്. ആരായിരുന്നു രാജൻ പിള്ള? കൊല്ലത്ത് കശുവണ്ടി വ്യവസായിയായ കെ ജനാർദ്ദനൻ പിള്ളയുടെയും രാജമണി അമ്മയുടെയും മകൻ. TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിരുദം. ആദ്യ സംരംഭം ഗോവയിൽ പഞ്ചനക്ഷത്ര ഹോട്ടൽ, വെസ്റ്റ് ഇന്ത്യൻ ബീച്ച് റിസോർട്ട്. പിന്നെ സിംഗപ്പൂർ ആസ്ഥാനമായി ഭക്ഷ്യ സംസ്കരണ സ്ഥാപനം 20th സെഞ്ച്വറി ഫുഡ് പാക്കേജിംഗ്സ്. ഓഹരി പങ്കാളിയായി എത്തിയത് കാനഡക്കാരനായ റോസ് ജോൺസൺ. രാജൻ പിള്ളയ്ക്ക് ലണ്ടനിലെ നബിസ്കോയുടെ നടത്തിപ്പ് ചുമതല. എങ്ങനെയാണ് വ്യവസായത്തിൽ വളർന്നത്? ഹൺലി ആൻഡ് പാമർ കമ്പനിയിൽ നിന്ന് ബ്രിട്ടാനിയ കമ്പനി റോസ് ജോൺസൺ വാങ്ങി. ഏഷ്യയിലെ വിപണനം രാജൻ പിള്ളയ്ക്കും നൽകി. നബിസ്കോയുടെ ഏഷ്യൻ സ്ഥാപനങ്ങളും രാജൻ പിള്ള സ്വന്തമാക്കി. എല്ലാത്തിനുമായി അന്നത്തെ വിപണി വില 2000 കോടി രൂപ. നെസ്വാഡിയ ഗ്രൂപ്പ് ബ്രിട്ടാനിയയുടെ പകുതി ഓഹരികൾ വാങ്ങിയതോടെ കഥ മാറി. രാജൻ പിള്ളയ്ക്ക് അപ്പോഴുണ്ടായിരുന്നത് 3% ഓഹരി മാത്രം. വിപണി നിയന്ത്രിച്ചിരുന്ന രാജൻ പിള്ളയെ ഒഴിവാക്കാൻ തുടങ്ങിയ ശ്രമമാണ് ചരിത്രം മാറ്റിയത്. റോസ് ജോൺസൺ അറിയാതെ ഒലേ ഓഹരികൾ രാജൻ പിള്ള വിറ്റു എന്ന് സിംഗപ്പൂരിൽ കേസുണ്ടായി. 14 വർഷത്തെ തടവിന് ശിക്ഷിച്ചു. ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കൾക്കെല്ലാം കനത്ത സംഭാവന രാജൻ പിള്ള നേരത്തെ മുതൽ നൽകിയിരുന്നു. അവരെ വിശ്വസിച്ച് ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടു. പക്ഷേ ആരും തിരിഞ്ഞു നോക്കിയില്ല. ഇന്ത്യയിൽ നെസ്വാഡിയ ഗ്രൂപ്പ് നൽകിയ കേസിലായിരുന്നു അറസ്റ്റ്. അറസ്റ്റിലായി 4-ാം ദിവസം മരണം. ലിവർ സിറോസിസ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ജയിലിൽ പരിശോധനയോ ചികിത്സയോ ഉണ്ടായില്ലെന്ന് അന്വേഷണ കമ്മീഷൻ. ഒറ്റ നേതാവും സഹായിക്കാനുണ്ടായില്ലെന്ന് സഹോദരൻ രാജ്മോഹൻ പിള്ള എഴുതിയ പുസ്തകം. ഇന്ത്യയിലെ ജയിൽ ചട്ടങ്ങൾ മാറ്റിയത് നീന പിള്ളയുടെ തുടർന്നുള്ള പോരാട്ടമാണ്. ഈ ആവശ്യങ്ങൾ ഉയർത്തിയായിരുന്നു കൊല്ലത്തെ 1996 മത്സരവും. ആ തെരഞ്ഞെടുപ്പിൽ LDF-ലായിരുന്ന NK പ്രേമചന്ദ്രൻ നേടിയത് 3,59,786 വോട്ട്. UDF-ൽ എസ് കൃഷ്ണകുമാറാകട്ടെ 2,81,416 വോട്ടും. നീന പിള്ളയ്ക്ക് കിട്ടിയത് 57,917 വോട്ട്. നീന പിള്ള കുറിച്ച ആ അംഗത്തിന് ശേഷം കോൺഗ്രസിലും BJP-യിലും പോയും വന്നും നിന്ന എസ് കൃഷ്ണകുമാർ പിന്നെ ഒരിക്കലും ലോക്സഭയിലെത്തിയില്ല. ഇലക്ഷൻ ഡെസ്ക് 24. വിജയമോർ, ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് കഥകൾ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കഥകളുണ്ട് അല്ലേ? ഇതിൽ പ്രജിൻ, ഈ സംഭവം, അതായത് ഈ രാജൻ പിള്ളയുടെ മരണം, അക്കാലത്ത് നമ്മൾ രാവിലെ പത്രം, എൻ്റെ സ്കൂൾ കാലമാണ്, പത്രം കിട്ടാൻ കാത്തിരിക്കും. കാരണം ഇതിലെ ഓരോ വിവരങ്ങളും അറിയാൻ. ഒരു ജനപ്രിയ ബ്രാൻഡായിരുന്നു അന്ന് ആ ബിസ്ക്കറ്റ് കമ്പനി. അദ്ദേഹം വലിയ, നമ്മൾ എന്താണ്, ഒരു മലയാളി വലിയൊരു സാമ്രാജ്യം ഉണ്ടാക്കുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ധാരാളം പണം നൽകിയിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യഘട്ടത്തിൽ ആരും സഹായിച്ചില്ല. അങ്ങനെ വലിയ സിമ്പതി ഒരു വ്യവസായി എന്ന നിലയിൽ അദ്ദേഹത്തോട് തോന്നിയ ഒരു കാലം മലയാളിക്കൊക്കെ ഉണ്ടായിരുന്നു. പത്രം ഇങ്ങനെ വരാൻ കാത്തിരിക്കുമായിരുന്നു, ചൂടോടെ വായിക്കാൻ ആ വാർത്തയുടെ ഫോളോ അപ്പുകൾ. ആ കാലം ഇപ്പോൾ ഓർക്കുകയായിരുന്നു.